ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അങ്ങ് സ്മൃതിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇത് പണി കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കൈമാറിയത്? അപ്പോൾ അതിനകത്ത് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നല്ലോ. സ്മൃതി, ഞാൻ ഈ ഉദ്ഘാടനം നടക്കുന്നതിൻ്റെ തലേ ദിവസം ഈ ടൗൺഷിപ്പിലുണ്ടായിരുന്നതാണ്. കാരണം അതിൻ്റെ തലേദിവസവും അതിൻ്റെ തലേദിവസവും 2 ദിവസവും ഉണ്ടായിരുന്നതാണ്. കാരണം പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനം ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടി ഞാൻ അവിടെ പോയിരുന്നു. അവിടെ ഈ പറയുന്ന അന്ന് ഉദ്ഘാടനം ചെയ്ത 2 വീടുകൾക്കപ്പുറം 1ഓ 2ഓ വീടുകൾ കൂടി അല്ലാതെ മറ്റൊരു വീടും പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. ഒരു വീടും. കാരണം ഞങ്ങൾ ഇവരെ എവിടെയാണ് കൊണ്ടുവരേണ്ടതെന്നുള്ള ഉൾപ്പെടെയുള്ള പ്ലാനിങ് നടക്കുമ്പോൾ ഒരു വീടും അവിടെ പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. വിരലിലെണ്ണാവുന്ന വീടുകൾ മാത്രം പണി കഴിപ്പിച്ചതിന് ശേഷം അതിൽ അടിസ്ഥാനപരമായിട്ടുള്ള വെള്ളമോ വൈദ്യുതിയോ ഒന്നുമില്ലാതെ എന്തിനാണ് ഈ ഉദ്ഘാടന നാടകം നടത്തിയത്? ശ്രീ ജയേന്ദ്രൻ ഇവിടെ പറയുന്ന, ഞാൻ ദുരാരോപണമായിട്ട് രാഷ്ട്രീയം ആരോപിക്കുന്നതിലാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഈ പറയുന്ന വയനാടിലെ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരുടെ ജീവിതം വെച്ച് അവർക്ക് കൊടുക്കുന്ന വീട് എന്ന് പറഞ്ഞുകൊണ്ട് മാസങ്ങൾക്ക് മുൻപേ ഇപ്പോഴും അവിടുത്തെ ബേസിക് കമ്മ്യൂണിറ്റീസ് ആയിട്ടില്ല. എന്നിട്ട് എന്തിനാണ് താക്കോൽ കൈമാറ്റം നടത്തിയത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ചോദ്യം, നൗഫലിന്റെ വീട് മാത്രമല്ലല്ലോ, ഇന്ന് മറ്റൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു 8-ാം നമ്പർ വീട്ടിലും ചോർച്ച ഉണ്ടായിരിക്കുന്നു. ഈ മനുഷ്യർ മുഴുവൻ നമുക്കൊന്നും ഊഹിക്കാൻ പോലും കഴിയാത്ത, സത്യം പറഞ്ഞാൽ പിന്നീട് പലപ്പോഴും ഇരുന്ന് മുഹമ്മദ് ഹാനിയുടെ ഉൾപ്പെടെയുള്ള പലരുടെയും കഥകൾ കേൾക്കുമ്പോൾ ഞാൻ ഒരു സിനിമയിൽ പോലും നമുക്ക് കണ്ടാൽ വിശ്വസിക്കാൻ കഴിയാത്ത അത്രമാത്രം ഭീകരമായ ഒരു സാഹചര്യമായിരുന്നു. അത്രയും ഭീകരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന മനുഷ്യർ അരക്ഷിത മനസ്സുകളാണ്. അവരുടെ മനസ്സ് മുഴുവൻ അരക്ഷിതമാണ്. കാരണം അവരുടെ അന്നത്തെ രാത്രി അവരുടെ മനസ്സിൽ കൂടി പോയത് അവർക്ക് ഒരു കാലത്തും ഒരു സുരക്ഷിതത്വം അവരുടെ മനസ്സിൽ കൊടുക്കുന്നവരല്ല. അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നൊരു വീടാണ്. ആ വീട്ടിൽ നിങ്ങൾ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടിയാണ് അത് ചെയ്തതെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ഈ ഭൂമി കുലുക്കം വന്നാൽ പോലും തകരാൻ പറ്റാത്ത ഈ വീട്ടിൽ 2 മഴ പെയ്തപ്പോൾ ഈ ചോർച്ച ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം?